പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നാം ഇന്ന് തണൽ മരങ്ങളിലൂടെ വളരെയധികം വ്യക്തികളെ പരിചയപ്പെട്ടു. ചില കുടുംബങ്ങളെ തന്നെ പരിചയപ്പെട്ടു, ചില വ്യക്തികളെ പരിചയപ്പെട്ടു, വൈദികരെ, സന്യസ്തരെയൊക്കെ പരിചയപ്പെട്ടു. അവരിലൂടെയൊക്കെ നമുക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ലഭിക്കുന്ന സന്ദേശങ്ങൾ കണ്ടു. തങ്ങളുടെ ജീവിതത്തിൽ, അതായത് ശിഷ്യത്വം ചിന്തിക്കുകയും ശിഷ്യത്വം പറയുകയും ശിഷ്യത്വം ജീവിക്കുകയും ചെയ്യുന്ന പ്രഘോഷകരെ നമ്മൾ കണ്ടെത്തി. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഒരു ഭാര്യയുടെ നിരന്തരമായ കണ്ണുനീരിന് കർത്താവ് കൊടുത്ത വലിയൊരു ഉത്തരമാണ് അവളുടെ ഭർത്താവിൻ്റെ മാനസാന്തരം. പിന്നീട് അവർ കുടുംബസമേതം എങ്ങനെയാണ് തണലായിത്തീരുന്നത് അനേകർക്ക് എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാനാശ്ശേരിയിലുള്ള ഫ്രാൻസിസ് ഗ്രേസി ദമ്പതികളാണ് അവർ. അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവ് അവരെ നടത്തിയ വഴികൾ, ഒരുപക്ഷെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴേ വിശുദ്ധ റീത്തായുടെ ഭർത്താവിന് വേണ്ടി റീത്ത എന്തോരം കണ്ണുനീരൊഴുക്കിയോ അപ്രകാരം കണ്ണുനീരൊഴുക്കിയ ഗ്രേസിയുടെ കണ്ണുനീരിന് കൊടുത്ത ഉത്തരം അവർ സമൂഹത്തിലെ അനേകർക്ക് എങ്ങനെയാണ് തണലായി മാറിയതെന്ന് നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുവിന്റെ സുവിശേഷം ജീവകാരുണ്യമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾ, വിശക്കുന്നവർക്ക് മുൻപിൽ അന്നമായി മാറുന്ന സുവിശേഷത്തിന്റെ സുന്ദര ചിത്രങ്ങൾ, കടല് പോലെ അഗാധമായ ദൈവസ്നേഹത്തെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവർ. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. ഇത് കൊച്ചി തോപ്പുംപടിക്കടുത്ത് മാനാശ്ശേരിയിലുള്ള വെളിപ്പറമ്പ് ഫ്രാൻസിസും ഭാര്യ ഗ്രേസിയും ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ തൻ്റെ ചുറ്റുപാടുമുള്ള അനേകർക്ക് ഭക്ഷണമേകി അവർക്ക് മുൻപിൽ സുവിശേഷ സാക്ഷ്യമാകുന്ന ദമ്പതികൾ. തൻ്റെ മാനസാന്തര അനുഭവത്തിന് ശേഷം ഈ ശുശ്രൂഷ ആരംഭിച്ചതിനെക്കുറിച്ചും അതുവഴി അനേകർക്ക് സ്വാന്തനമേകുന്നതിനെക്കുറിച്ചും ഈ ദമ്പതികൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട ഫ്രാൻസിസ് ഗ്രേസി ദമ്പതികളെ, നിങ്ങൾ ഇതിനോടകം തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാം പലതും കണ്ടു കാണണം. ആ പ്രോഗ്രാമിലൂടെ കർത്താവ് അനേകരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരാൻ തക്ക വിധം സ്വാധീനിച്ചിട്ടുണ്ട് പലരെയും. നിങ്ങൾ രണ്ടുപേരെയും തണൽ മരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ആദ്യകാല അനുഭവം, അതായത് ഇപ്പോഴും നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ബ്രദറെ, എനിക്ക് ഭാര്യ, 2 പെൺമക്കൾ. അതിൽ മൂത്ത ആളെ എടക്കൂച്ചിലേക്ക് കെട്ടിച്ച്, അയാൾക്ക് 2 മക്കൾ, മൂത്തതാണ് ഇളയത് പെണ്ണ്. എൻ്റെ ഇളയ മകളെ ചെല്ലാനത്തേക്ക് കെട്ടിച്ച്, അതിലൊരു മകൻ ആൺമകൻ. അപ്പോൾ അവർ 2, മൂത്ത ആൾ എടക്കൂച്ചിൽ, ചെല്ലാനത്തേക്ക് കെട്ടിച്ചിരിക്കുന്ന ആൾ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തി ജീവിതത്തിൽ ഒരു BC എന്ന് പറയും, AD എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് ശേഷവും. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എന്താണ് BC, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ദൈവാനുഭവത്തിലേക്ക് വരും മുപ്പാട് ഞാൻ വളരെ മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ഇവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു പ്രാർത്ഥന ഫലമായിട്ട് എനിക്ക് ഒരു ധ്യാനത്തിന് പോകണമെന്ന് തോന്നി. ഞാനങ്ങനെ ധ്യാനം കൂടി വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരാശയം, ആർക്കെങ്കിലും വഴിയിലിരിക്കണവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്ന്. അപ്പോൾ ഒരു 4 പൊതി ചോറ് കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പോയി. ഇവരോട് ചോറ് പൊതിഞ്ഞ് മേടിച്ചിട്ട് ഒരു സ്ഥലത്ത് 4 പൊതി ചോറ് കൊണ്ട് കൊടുത്ത്, അങ്ങനെ ആ ചോറ് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്നത്. ആ ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ 4 പൊതി പിന്നെ അത് കൂടി വന്ന്, അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവത്തിലേക്ക് അടുക്കാനും സാധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കൂടുതൽ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, മുടങ്ങാതെ ദിവ്യബലി പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും, അങ്ങനെ ജോലിക്ക് പോകുന്ന വഴിയൊക്കെ ഈശോനെ സ്തുതിച്ചുകൊണ്ട് പോകും. ജോലി എടുക്കുമ്പോൾ ഈശോനെ സ്തുതിച്ചുകൊണ്ട് പോകും. വീട്ടിൽ വൈകിട്ട് വന്നാലും ഈ വരുന്ന വഴിയൊക്കെ എൻ്റെ ഉള്ളിൽ വചനങ്ങളിങ്ങനെ, ഓരോ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിൽ വചനങ്ങൾ സാധാരണ നിലനിൽക്കാറുണ്ട്. ഉണ്ട്. അതായത് മനസ്സിന് വിഷമിച്ച് പ്രയാസപ്പെട്ട് വരുമ്പോഴും ഒരു ആശ്വാസവും ഇല്ലല്ല എന്ന് പറയുമ്പോൾ പുറപ്പാട് 14:14 എൻ്റെ ഉള്ളിലേക്ക് വന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം
നൽകുകയും ചെയ്തു. എന്തായിരുന്നു അന്ന് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാകാനുള്ള കാര്യം? അത് ഈ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തോട് കൂടി ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മളിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത കൂട്ടുകാർ വന്ന് നമ്മളോട് പഴയ സ്വഭാവമാണല്ലോ. മദ്യപിച്ച് നമ്മൾ ജോലി സ്ഥലത്തും ഞാൻ ഷട്ടറിങ് കാർപ്പൻ്ററാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പിടിക്കും. അപ്പം ചില സമയങ്ങളിൽ ഇങ്ങനെ വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് വീണ് പോകാനായിട്ടുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കൊരു ആശ്വാസം, ഇതിനകത്ത് സമാധാനം കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ വചനം തന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആശ്വാസം കിട്ടാൻ പറ്റും പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങളും സമാധാനവും തന്ന്. അപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യം, വിളിക്കുമ്പോഴേ ഉത്തരം അരുളുകയും പ്രാർത്ഥിച്ച് തീരുമ്പോഴേ അത് കേൾക്കുകയും ചെയ്യുന്ന ദൈവം എൻ്റെ കൂടെ. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി കടന്നു വന്നു. അതിലേക്ക് കടന്നു ചെല്ലാൻ തോന്നുന്ന ആ മനസ്സിന് ആഗ്രഹത്തിന് അതിൽ നിന്ന് മാറ്റുന്നു. പ്രാർത്ഥിക്കേണ്ട ഈശോയെ ഇതിലേക്ക് ഇനി വീണ് പോകരുത്, ആരെന്നെ കുടിക്കാൻ വിളിച്ചാലും അതിലേക്ക് പോകാൻ ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ പിന്നെ കുടിച്ചിട്ടില്ല ഇന്ന് വരെ. അത് പിന്നെ കുടിച്ചിട്ടില്ല. ആധ്യാത്മിക ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊന്ന് പറയാം. സ്ഥിരമായിട്ട് പള്ളി പോകാതിരുന്നെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ട് പള്ളി പോകണം, മുടക്കരുത്, കുർബാന മുടക്കരുത്, പ്രാർത്ഥിക്കണം. വീട്ടിൽ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കണം. വീട്ടിൽ പ്രാർത്ഥന ഒന്നും ചെല്ലൂലായിരുന്നു. സമ്മതിക്കത്തില്ല, അതാ ചൊല്ലുകില്ല, നമ്മൾ സമ്മതിക്കത്തില്ല. സമ്മതിക്കൂല. അതിന് സമയം കൊടുക്കൂല, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പള്ളി പോയി പള്ളിയിലെ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ഓരോ കൂട്ടായ്മയിലും പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ഉള്ളിലേക്ക് ഈശോൻ്റെ വലിയ ഇടപെടൽ ഇങ്ങനെ കടന്നു വരാൻ, സ്തുതിക്കുമ്പോൾ വലിയ ശക്തികൾ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ മനസ്സിൽ വന്നൊരു ആശയമായിരുന്നു, എത്രയോ മക്കൾ വഴിയൂരിൽ ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയൊക്കെ. അപ്പോൾ പുതിയത് മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ലെങ്കിലും അവർക്ക് ഉടുക്കുമ്പോൾ ആ വൃത്തികേടില്ലാതെ നല്ലതുപോലെ ഇരിക്കണം വസ്ത്രം കൊടുക്കണം. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് ആൾക്കാരോട് ചോദിക്കും, നിങ്ങളുടെ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ തരും. മക്കളുടെ ഉടുപ്പൊക്കെ ചെറുതായി പോയാൽ ഉടുപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഉടുപ്പൊക്കെ അവർ തരും. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് ഇവരും എനിക്ക് സഹായിക്കോട്ടെ. അപ്പോൾ പോലി അവർ മടക്കിയൊക്കെ തരും. ഞാൻ അങ്ങനെ കൊണ്ട് കൊടുത്ത് ഈ പൊതിച്ചോറും കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൂടുതലേക്ക് എനിക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിച്ചു. മറ്റുള്ളവരെയും എന്നെപ്പോലെ കുടിച്ച് നടക്കണവരുണ്ടായി. അപ്പോൾ ഈ കുടിച്ച് വന്നു കഴിയുമ്പോഴേക്കും വീട്ടിൽ മഴ സമയത്താണെങ്കിലും വെള്ളം അടിച്ച് വന്നു കഴിഞ്ഞാൽ മുറ്റത്തായിരുന്നു കിടക്കണം. ഇടിവെട്ടും മഴക്കും മുറ്റത്ത് തന്നെ ഇട്ടേക്കും. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ஆனால் അത് കഴിയുമ്പോഴേക്കാണ് എടുത്തത്. അപ്പം അതേപോലെ എന്നെപ്പോലെ തന്നെ നടക്കണവരല്ലേ. അപ്പോൾ അവരെ മതിയിൽ നിന്ന് ആശ്വാസമായി കണ്ടുവന്ന് മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് ഇവരോട് പറയാം, ഒരു ധ്യാനം കൂടാൻ പോകാം, ഒരു ധ്യാനത്തിന് പോകാം. അങ്ങനെ പലരെയും വിളിച്ച് പള്ളി കൊണ്ടുപോകാനും ധ്യാനത്തിന് കൊണ്ടുപോകാനൊക്കെ ഒരുങ്ങി ധ്യാനത്തിന് ഇവരും വരും. അങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. പള്ളി പോകുമ്പോൾ സാരി ഊരിയെടുത്ത് കൊണ്ടുപോരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരും പിടിപ്പിച്ച് പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കൂടുതലും ഇവരുടെ പ്രാർത്ഥന. കാരണം എനിക്ക് വേണ്ടി, എൻ്റെ ഭാര്യയുടെ എനിക്ക് വേണ്ടി ഇവർ മുട്ടയിൽ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് മുട്ടിൽ 2 മുട്ടിലും വലിയ തഴമ്പ അങ്ങനെ ഇവർ പ്രാർത്ഥിച്ച് എന്നെ എടുത്തതാണ്. ഇപ്പം ഈശോ അതിൽ നിന്നും ആ മോശമായ ആ മദ്യപത്തിനൊക്കെ നിന്നൊക്കെ ഈശോ എടുത്തു മാറ്റി മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരിൽ നിന്ന് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. പല മക്കളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈശോ അതോടെ ഇടപെട്ടേക്കണം. ഞാനല്ല, വിളിക്കും ഞാൻ. അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ട ഈശോ ആ മകനെ വിളിക്കുമ്പോൾ വരാൻ, ഈ ധ്യാനം കൂടാൻ വരാനുള്ളൊരു മനസ്സ് ആ മകന് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെല്ലും. വിളിക്കുമ്പോൾ ഒന്നും പറയൂല, ചീത്തയായിട്ടൊന്നും പറയൂല, വരാമെന്ന് പറയും. ഏകദേശം എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടാവും? ഞാൻ ഒരു 5-10 പേരെ ഇങ്ങനെ കൊണ്ടുകൊണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഇതിലേക്ക്. പിന്നെ വേറെ കൂട്ടായ്മയിലൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുപോകും. കൂട്ടായ്മയിൽ വിളിച്ചു കൂട്ടും. അപ്പോൾ കൂട്ടായ്മ നടത്തുന്ന പോകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നാണെങ്കിൽ അവരോട് ഇന്ന സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ട്, ആ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുക, ഈശോ ഇടപെടും. രോഗാവസ്ഥയിലാണെങ്കിൽ ഈശോ അതെടുത്ത് മാറ്റും. രോഗശാന്തി കാണാൻ തുടങ്ങി. നീ വിശ്വസിക്കുന്നുണ്ടാ, നിൻ്റെ ഈ വേദന അല്ലെങ്കിൽ നിൻ്റെ ഈ രോഗം ഈശോ എടുത്തു മാറ്റും. വിശ്വസിക്കണമെന്ന് അവരെ മറ്റൊന്ന് പ്രാർത്ഥിക്കാൻ അവരുടെ ഈ രോഗം അവർക്ക് മാറി അവർ ആശ്വാസമായിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ
ഒരു ശുശ്രൂഷകനായി സമർപ്പണം ചെയ്ത ജീവിതം. ക്രൂശിതന്റെ സ്നേഹം അനേകർക്കായി പങ്കുവയ്ക്കുവാൻ യാത്രയാകുന്ന ജീവിതം. ജീവകാരുണ്യമായി ജീവിതം സമർപ്പിച്ച് ഈ പ്രദേശത്ത് അനേകം ആലംബഹീനർക്ക് ഇവർ ആശ്വാസമേകുന്നു. സഹോദരന് ധ്യാനം കൂടിയപ്പോൾ ഏതെങ്കിലും വരങ്ങൾ കിട്ടിയതുപോലെ? എനിക്ക് ധ്യാനം കൂടിയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്തുതിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും അവരുടെ രോഗങ്ങൾ, അവരുടെ അസ്വസ്ഥത, അല്ലെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് വന്നൊരു വ്യക്തി എന്തും കൊണ്ടാണ് വന്നത്, ഏത് രീതിയിലാണ് അവനിൽ പ്രവർത്തിക്കുന്ന സാധനം ഇന്ന് മനസ്സിലാവും. ഇപ്പോഴും അത് അന്നു മുതൽ ഇപ്പോഴും അടുത്തല്ല പുറകിൽ വന്നാൽ ഈശോ അത് വെളിപ്പെടുത്തി തരും. കുറേ അകലെ ബാക്കിൽ വന്നാൽ മതി. അപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാൻ, ആത്മാക്കളെ വിവേചിക്കാനുള്ള അറിയാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നേക്കണം. അത് എപ്പോൾ ഈശോനെ വിളിച്ച് എപ്പോഴത്തെ പോകുന്നുണ്ട്, ഈശോ എന്നേലും മുമ്പ് ഈശോ അവിടെ ഉണ്ടാകണം. ഞങ്ങൾ രണ്ടും കൂടിയേ പോവുള്ളൂ കേട്ടോ. ഭക്ഷണത്തിൻ്റെ ശുശ്രൂഷ ഞായറാഴ്ച ദിവസമുള്ളൂ. എല്ലാം സ്ഥിരമായിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. ഞാൻ ഷട്ടറിങ് കാർപ്പൻ്ററാണ്. ഫുള്ളായിട്ട് ചിലപ്പോൾ പണിയുണ്ടായില്ല. അപ്പോൾ ആ ഉള്ള ഇതിൽ നിന്ന് ഞാൻ ഇവരിലേക്ക് കൊടുത്തിട്ട് ഇവർ എനിക്ക് ഭക്ഷണം വെച്ച് തരും. അമ്മയും മകളും കൂടി ഭക്ഷണം വെക്കും. ഇത് ഞായറാഴ്ച ഒരു കൂട്ടായ്മ വേണ്ടി ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 10:30 മണിക്ക് കൊച്ചി റെസിപ്പിനടുത്ത് കുരിശടിയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. കുറേ മക്കൾ അതിലുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ 10:30 പ്രാർത്ഥന തുടങ്ങും. ആ കുരിശടി പ്രാർത്ഥിച്ചിട്ട് 12:30 അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അപ്പോൾ വീട്ടിൽ തലേ ദിവസം ശനിയാഴ്ച വെക്കാനുള്ള കറി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ട് ഇവർ എല്ലാം റെഡിയാക്കി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു 9:30 മണിയാകുമ്പോൾ 5 മണിക്ക് ഈ അരി അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കറിയൊക്കെ റെഡിയാക്കും. 9:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടിനും കൂടി സൈക്കിളിൽ ഈ കുരിശടി ചെല്ലും. കുരിശടി ചെന്ന് അവിടെ മറ്റുള്ള മക്കളെല്ലാവരും വരും. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ആ സൈക്കിളിൽ രണ്ടുപേരും കൂടി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇയാൾ ചോറ് പൊതിഞ്ഞ് തരും. ഒരു 10-35 ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഇളയ മകൾ വീട്ടിലുണ്ട്. മകൾക്കൊരു മകനുണ്ട്. എത്ര വയസ്സുണ്ടാവും? അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, 10 വയസ്സ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന. അപ്പോൾ അവനും എൻ്റെ കൂടെ വരും. അവനും ഒരു സൈക്കിളുണ്ട്. അവൻ അങ്ങനെ രണ്ടും കൂടി ചോറെടുത്ത് ഇവർ പൊതിഞ്ഞ് തരുമ്പോൾ ആ ചോറെടുത്ത് സൈക്കിളെ കെട്ടിവെച്ച് അവൻ്റെ സൈക്കിളെടുക്കും. ഞാൻ എൻ്റെ സൈക്കിളെടുത്തിട്ട് സൈക്കിൾ ചവിട്ടി വഴിയെ വഴി പോയിട്ട് കാണുന്നവർക്ക് ഇറങ്ങി അവനടുത്ത് ഭക്ഷണം കൊടുക്കും. ഞായറാഴ്ചകളിൽ സ്വന്തം ഭവനത്തിൽ തയ്യാറാക്കുന്ന പൊതിച്ചോറുകൾ അവ പൊതിഞ്ഞ് ഭംഗിയാക്കി പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബം ഒന്നു ചേർന്ന് ചെയ്യുന്ന ഒരു സ്നേഹ ശുശ്രൂഷ. പ്രാർത്ഥനയ്ക്ക് ശേഷം കൊച്ചുമകനോടൊപ്പം സൈക്കിളിലുള്ള പൊതിച്ചോറ് വിതരണം. ബാല്യത്തിലെ ശുശ്രൂഷയ്ക്കായി പങ്കുചേരുന്ന ഈ കുഞ്ഞിൻ്റെ സമർപ്പണവും ഏറെ മനോഹരമാകുന്നു. അനേകം വ്യക്തികൾക്ക് ഇവർ ഈ ഭക്ഷണപ്പൊതികൾ പങ്കുവച്ചു നൽകുന്നു. സുവിശേഷം അന്നമായി മാറുന്ന സുന്ദര ചിത്രങ്ങൾ. കുഞ്ഞിലെ ഞാൻ അപ്പാപ്പടൊപ്പം ചോറ് കൊടുക്കാൻ പോകാറുണ്ട്. അപ്പം ഇങ്ങനെ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ചയിൽ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അപ്പാപ്പടൊപ്പം പോകും. അപ്പാപ്പയുടെ സൈക്കിളും ഞാൻ എൻ്റെ സൈക്കിളെടുത്ത് എല്ലാ സ്ഥലത്തും ചോറ് കൊടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണത്. ഒത്തിരി കാലം അപ്പാപ്പടൊപ്പം ശുശ്രൂഷക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ദൈവരാജ്യം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ അതിനുള്ള ഉപാധി ദരിദ്രരോടും വേദന അനുഭവിക്കുന്നവരോടുമുള്ള നമ്മുടെ പങ്കാളിത്തമാണ്. ആ സുവിശേഷ ഭാഗത്തിൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു,
നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. തുടങ്ങി പരോപകാര പ്രവർത്തികളെക്കുറിച്ചാണ് പറയുന്നത്. മിസ്റ്റർ ഫ്രാൻസിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വന്തമായ നിലയിൽ ഭക്ഷണം തയ്യാറാക്കി വഴിയരികളിലൊക്കെ ഉള്ള ആളുകൾക്ക്, വിശക്കുന്നവർക്ക് നൽകിക്കൊണ്ടാണ് തൻ്റെ ഈശ്വരാനുഭവത്തെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും പോകുന്നുണ്ട്. ഭക്ഷണമുണ്ടാക്കി വഴിയരികിൽ ഒക്കെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് അവരുടെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് തിരിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി, അതാണ് ഫ്രാൻസിസിന് എന്നും പ്രചോദനമായിട്ടുള്ളത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടവക വികാരി എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾ ഏറ്റെടുക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ചെയ്യുന്ന സൽപ്രവർത്തിക്ക് ദൈവം ധാരാളമായ അനുഗ്രഹം അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നവീകരണ കാലയളവിൽ കരിസ്മാറ്റിക് ധ്യാനം ആരംഭിച്ചതിന് ശേഷം പല ഭർത്താക്കന്മാരും ഭാര്യമാരുടെ നിരന്തരമായ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ടാണ് നവീകരണത്തിൽ വന്നിട്ടുള്ളത്. ഫ്രാൻസിസ് ബ്രദറിൻ്റെ ഷെയറിങ് കേട്ടപ്പോഴേ, ഈ ഭാര്യയും ഭർത്താവും കൂടെയുള്ള നിപ്പ് കണ്ടപ്പോഴേ, ഇതിനെ എന്താണ് ദൈവമകനാക്കി മാറ്റാൻ വളരെ ശക്തമായൊരു ഉപകരണമായ ഒരാളാണ് ചേച്ചി എന്നാണ് ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ തോന്നിയത്. അതെങ്ങനെയായതെന്ന് പറയാമോ? അത് ഈശ്വരനോട് എപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിക്കും. പിന്നെ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ മദ്യപാനവും പുകവലിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ശീലമായിരുന്നല്ലോ. അപ്പം ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ ഇയാളെ മാറ്റി തന്നെങ്കിൽ ഈശോയ്ക്കല്ലേ സാധിക്കുള്ളൂ, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈശോയോട് എപ്പോഴും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഓരോ പ്രാർത്ഥന സ്ഥലത്ത് പോകും, എല്ലാ പ്രാർത്ഥന ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകും. മഞ്ഞിമ്മ പോയിട്ടുണ്ട്, ചിറ്റൂര് പോകും, പിന്നെ ഇവിടെ മുരിങ്ങൂർ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയി കൃപാസനിൽ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും പോയി ഈശോനോട് പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. ചേട്ടന് ഇതിൽ നിന്നൊരു രക്ഷ തന്നെങ്കിൽ ഈശോയ്ക്കല്ലേ സാധിക്കുള്ളൂ, മനുഷ്യർക്ക് ആർക്കും ഒന്നും സാധിക്കൂലല്ലോ, ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഈശോനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഈശോ ഒരു ദിവസം ഏറ്റെടുത്ത് സ്പർശിച്ച്. എങ്ങനെ സ്പർശിച്ചത്? സ്പർശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒന്നും വിടാനൊന്നുമില്ല നീ. അപ്പം പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിൽ വന്നം പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈശോയുടെ സ്പർശനം ഉണ്ടായത്. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ ഒന്നിച്ച് പോകാൻ തുടങ്ങി. കൂടെ വരും, പള്ളി ധ്യാനിപ്പിച്ചോ ഇദ്ദേഹത്തെ? കൊണ്ടുപോയി, ധ്യാനത്തിന് കൊണ്ടുപോയി. ധ്യാനത്തിന് പിന്നെ ചിറ്റൂര് പോയിട്ടുണ്ട്, മുരിങ്ങൂര് പോയിട്ടുണ്ട്, പിന്നെ മഞ്ഞമ്മേൽ പോയിട്ടുണ്ട്, ഒന്നിച്ച് പോയിട്ടുണ്ട്, പിള്ളേരെയൊക്കെ വിട്ട് പോയിട്ടുണ്ട്. മഞ്ഞമ്മേല് രാത്രി സമയമാണല്ലോ, വചനങ്ങൾ പിന്നെ ഇദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഈശോനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു വചനം എനിക്ക് ഈശോ തന്ന്. പിന്നെ യെശയ്യാ 30-ാം അധ്യായം 20-ാം വാക്യം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കയില്ല, നിൻ്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുകയെന്ന്. അപ്പം എനിക്ക് ആശ്വാസം, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ വഴിയൊക്കെ. പിന്നെ ഈശോ നോക്കിക്കോളും, എല്ലാം എപ്പോഴും സമർപ്പിച്ചു കൊടുക്കും, ഈശോയ്ക്ക് സമർപ്പിച്ചു കൊടുക്കും. അതിപ്പോൾ പള്ളിയിൽ പോയാലും ആ കുർബാന സ്വീകരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഈശോയോട് പറയും, ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വന്നതുപോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ഏതവസ്ഥയിലാണ് ഇപ്പം ആയിരിക്കണം, ഇപ്പം ചെല്ലണം, ഈശോ സ്പർശിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ ഒരു നല്ല ദൈവമായിട്ട്. ശരിയായ ദൈവാനുഭവം ഉണ്ടാകുന്ന ഒരാളുടെ ലക്ഷണമാണ് ഏത് പാപിയെയും കർത്താവിന് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ്. അതൊരു ഭാര്യ എന്ന നിലയിൽ നമുക്ക് കിട്ടി. അതൊരു വലിയ കൃപയാണ്. കാരണം അത് ലഭിക്കാത്തതാണ് ഇന്ന് പല ഭർത്താക്കന്മാരും മാനസാന്തരപ്പെടാത്തത്. പല ഭാര്യമാരും വിചാരിക്കുന്നത് ഇയാൾ നന്നാകണമെന്നാണ്. അതല്ല, അയാളെ നന്നാക്കാൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും എന്നുള്ളൊരു ബോധ്യം അത് നിങ്ങളുടെ കുടുംബത്തെ നന്നായിട്ട് സ്പർശിച്ചു. അപ്പം അങ്ങനെ
ഈശോയെ അങ്ങനെ ജീവിത പങ്കാളിനെ തന്നു ഇങ്ങനെ മാറ്റി തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മക്കളും അതിലേക്ക് വന്ന് 2 പെൺമക്കളും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും മാതാവിനോട് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മക്കളെ അപ്പനും അമ്മയും അല്ല ഭൂമിയിൽ നിങ്ങൾക്ക് എന്നും നിലനിൽക്കണത്, ഞങ്ങൾക്ക് വളർത്താൻ തന്നേക്കണേന് നിങ്ങളാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് മാതാവിനോടാണ്. മാതാവിനോട് പറയണം, ഞങ്ങളെ നോക്കണം, എല്ലാ കാര്യവും മാതാവിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങളുടെ കാര്യത്തിലൊന്നും വീഴ്ച ഈശോയും അമ്മയും വരുത്തൂല. അമ്മ ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം അമ്മ അത് മരിച്ചു പോവും, ഭൂമിയിലുണ്ടാവില്ല. എപ്പോഴാണ് വിളിക്കണം അപ്പം ഞാൻ പോകണം. പക്ഷേ എന്നും ഉണ്ടാകണത് അമ്മയാണത്. അപ്പോൾ ആ അമ്മനോട് അത് മക്കൾ ചെയ്യണുണ്ട്. 2 മക്കളും അത് നന്നായിട്ട് ഈശോയുടെ കൃപ കൊണ്ട് ചെയ്യും. കുഞ്ഞുമക്കളും പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിൽ യാഥാർത്ഥ്യമായി. അതെ അതെ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, എവിടെ പോയാലും ഒന്നിച്ച് അങ്ങനെ. അപ്പോൾ നിങ്ങൾ 2 പേരും ഒന്നിച്ച് ചോദിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് തരുന്നു. നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ചിലപ്പോൾ വരദാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിലൂടെ ധാരാളം ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഇതുപോലെ തന്നെ പിന്നെ ഒരു വചനം കൂടി തന്നിട്ടുണ്ട്. ചേട്ടൻ ഈ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാൻ അധികാരം തന്ന നസ്രയനാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വചനം കൂടി ഞങ്ങൾക്ക് 2 പേർക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമുണ്ട്. അതിന്റെ ഫലവും കാണാം. ഉണ്ട്. കർത്താവ് ശക്തമായി പ്രവർത്തിക്കുന്നതും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങൾ കുടുംബസമേതമുള്ള ഒരു ശുശ്രൂഷകരായി സഭയ്ക്കും സമൂഹത്തിനും വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ. കാരണം ദമ്പതികൾ ഒന്നിച്ച് ശുശ്രൂഷയ്ക്കിറങ്ങുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം ഏറെ സന്തോഷിക്കും. നിങ്ങൾ ഒന്നിച്ച് പോകുന്നു, കൊച്ചുമോൻ്റെ വല്യപ്പച്ചൻ്റെ ശുശ്രൂഷയിൽ കൊച്ചുമോനും കൂടെ സഹായിക്കുന്നു. ഇതെല്ലാം വളരെയധികം മാതൃകയാണ് മറ്റുള്ളവർക്ക്. നിങ്ങളുടെ ഈ ജീവിതാനുഭവം അനേകർക്ക് കുടുംബസമേതം യേശുവിലാകുവാനുള്ള പ്രചോദനം നൽകട്ടെ. അതുവഴി അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചതിലേറെ സന്തോഷം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെ, ക്രിസ്തുവിനെ ജീവിതത്തിൽ ദർശിച്ചവർക്ക് കാരുണ്യമാകാതിരിക്കാനാവില്ല. സുവിശേഷം ഹൃദയം കൊണ്ട് വായിച്ചവർക്ക് കാരുണ്യം ഏകാതിരിക്കാനുമാവില്ല. അപ്രകാരം അനേകരുടെ കണ്ണീരൊപ്പുന്നവരുടെ ജീവിത സാക്ഷ്യങ്ങൾ തുടരും. തണൽ മരങ്ങളായി അനേകർക്ക് സ്വാന്തനമേകുന്ന ജീവിതങ്ങളെ ദർശിക്കുന്ന ഈ പ്രോഗ്രാം ഇത്തരം ജീവിതങ്ങളെ തേടി യാത്ര തുടരുന്നു.